ഹലോ, നമസ്കാരമുണ്ട്. ഞാനാണ്. ഞാൻ വന്നതേ ഒരു കാര്യം അറിഞ്ഞു. എല്ലാവരും ചില പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എത്തനോളിനെ സംബന്ധിച്ചിട്ടാ. ഞാനിതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എത്തനോൾ ഉപയോഗിച്ചിട്ട് വണ്ടിക്ക് പല പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ന്യൂസ് കിട്ടി. റായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഡോക്ടർക്കാണ് കാറിന് പണി കിട്ടിയത്. ആൾ ഒരു 3 കൊല്ലമായിട്ടുള്ളൂ കാർ എടുത്തിട്ട്. 2023 കാർ എടുത്തു. 21,900 ചില്ലാൻ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോഴേക്കും വണ്ടിക്ക് ആകെ പ്രശ്നങ്ങളായി. അപ്പോൾ അതിൽ ഉപഭോക്തൃ കോടതി റായ്പൂരിലത്തെ ഉപഭോക്തൃ കോടതി ഇടപെട്ടിട്ട് അതിൽ ആൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ആ എത്തനോൾ മിക്സ് ആയിട്ടുള്ള വണ്ടി ഓടിച്ചിട്ട് വണ്ടി കേടായതുകൊണ്ട് ആൾക്ക് വണ്ടി പുതിയത് നൽകാനും അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള തുക എത്ര വെച്ചാൽ അത് കൊടുക്കാൻ 20 ലക്ഷം രൂപയോളം തിരിച്ചു കൊടുക്കാനും കൂടാണ്ട് കോടതി ചെലവിലേക്ക് ഒരു 10,000 രൂപയും ആൾക്കുണ്ടായ മാനനഷ്ടം പോലുള്ള മാനസിക ബുദ്ധിമുട്ടുകളെയും കരുതി 1 ലക്ഷം രൂപ കൂടുതലും കൊടുക്കാനായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എത്തനോള് ഞാൻ അന്ന് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സാധനം ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന ബൈക്കുകാർക്ക് മാത്രമല്ല കാറുകാർക്കും പണി കിട്ടി തുടങ്ങി. ഈ ഒരുതരം വെളുത്ത ജെല്ലി പോലത്തെ സംഭവമായിരുന്നു ടാങ്കിനടിയിലും ഈ പെട്രോൾ ടാങ്കിലും അതുപോലെ അതിൻ്റെ പൈപ്പുകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടിരിക്കേണ്ടായിരുന്നു പറയുന്നത്. ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ കാർബറേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. എത്രയോ ആൾക്കാർ കാർബറേറ്റർ മാറ്റിയെന്നറിയോ. ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കലേ നിൽക്കും, വണ്ടി ഓഫായിക്കൊണ്ടിരിക്കും. വണ്ടി ഇങ്ങനെ ഒരു തരം കുത്തൽ വന്ന് നിൽക്കുന്ന പോലെ ഇങ്ങോട്ട് നിൽക്കും. അതാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. ഞാനും അനുഭവത്തിലുള്ളതാ. ഇപ്പോൾ എനിക്ക് പരാതി എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. കാരണം എൻ്റെ വണ്ടി ഏതാണ്ട് ഒരു 8 കൊല്ലത്തോളൊക്കെ അതിൻ്റെ കാരണം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. എന്നാൽ അറിഞ്ഞില്ലെങ്കിൽ എന്തായാലും അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ആരുടെയും വണ്ടി പുതിയതൊക്കെ എടുത്തിട്ട് ഇതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉപഭോക്തൃ കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനുള്ള അനുകൂലമായിട്ടുള്ളൊരു വിധി അവിടെ നടന്നിട്ടുണ്ട്. ആളുടെ വണ്ടി നിസ്സാര വണ്ടി എന്നല്ല, ഗ്രാൻഡ് വിറ്റാരയിൽ പെട്ടിട്ടുള്ള ഹൈബ്രിഡ് വണ്ടിയാണ് ഉണ്ടായിരുന്നത്. ആ വണ്ടിക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടലും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ശ്രദ്ധയിൽ ഞാനിത് വരുത്തുന്നു. ഞാനിത് അറിഞ്ഞത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും വണ്ടികൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വഴിയും കൂടി തെളിഞ്ഞുണ്ട് എന്ന് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഓക്കെ, കാണാം കേട്ടോ.